Hello guys, welcome to my channel. Today we are going to discuss about DBMS, Database Management System. First, database എന്താന്ന് നോക്കാം. Database is a collection of interrelated data which is used to retrieve, insert and delete the data efficiently. അതായത് ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഇന്റർറിലേറ്റഡ് ഡേറ്റയുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്? എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റിട്രീവ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർറിലേറ്റഡ് ഡാറ്റയുടെ ഒരു കളക്ഷനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് DBMS. DBMS എന്ന് വെച്ചാൽ എന്താണ്? Database Management System. DBMS is a collection of interrelated data and a set of programs to access those data. DBMS എന്ന് വെച്ചാൽ collection of interrelated data and a set of programs to access those data. അതായത് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇന്റർറിലേറ്റഡ് ഡാറ്റയുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. DBMS എന്ന് പറയുന്നത് എന്താണ്? ഇന്റർറിലേറ്റഡ് ഡാറ്റയുടെ ഒരു കളക്ഷൻ ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് പ്രോഗ്രാംസും ഉണ്ട്. എന്തിനാണ്? ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ഉള്ള ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസും കൂടെ ചേരുന്നതാണ്. അതായത് ഇന്റർറിലേറ്റഡ് ഡാറ്റ കളക്ഷൻ പ്ലസ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ആക്സസ് ദോസ് ഡാറ്റയാണ് DBMS എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ DBMS is a software which is used to manage the database efficiently. അതായത് ഡാറ്റാബേസ് കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു ദ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? DBMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 2-3 എക്സാമ്പിൾ പറയാം ഡാറ്റാബേസിന്. ഒറാക്കിൾ, MySQL, SQL സെർവർ, ഇതൊക്കെ ഡാറ്റാബേസിന്റെ ഓരോ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി ഡാറ്റാബേസിന്റെ ഒരു ഫീച്ചറാണ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ. എന്താണ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ? ദി പ്രോസസ് ഓഫ് ഹൈഡിങ് അൺവാണ്ടഡ് ഓർ ഇറലവൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം ദി എൻഡ് യൂസർ. അതായത് എൻഡ് യൂസറിന്റെ സൈഡിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാ അല്ലേ? നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നു. അതായത് വാട്സപ്പിൻ്റെ എൻഡ് യൂസേഴ്സ് ആണ് നമ്മളെല്ലാം. അതായത് ഏതോ ഒരു ഓഫീസിലിരുന്ന് കുറച്ച് ഡെവലപ്പേഴ്സ് ചേർന്നിരുന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ആ വാട്സപ്പിൻ്റെ എൻഡ് യൂസേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഈ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മെസ്സേജ് സെൻഡ് ചെയ്യും, മെസ്സേജ് റിസീവ് ചെയ്യും, വീഡിയോസ് സെൻഡ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ നമ്മളിത് ജസ്റ്റ് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എന്തെങ്കിലും വോയിസ് നോട്ടാണെങ്കിൽ വോയിസ് പറയുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അതല്ലാതെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റ എങ്ങനെയാണ് പോയി സേവ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, മീൻസ് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു കാര്യങ്ങളെ പറ്റിയൊന്നും നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? അതായത് ഒരു മെസ്സേജ് ഞാൻ അയക്കാൻ പോവുക, അതിന് മുമ്പ് ഞാൻ ബോദർ ചെയ്യണോ? ഈ മെസ്സേജ് എങ്ങനെയായിരിക്കും സ്റ്റോറേജിൽ പോയി സേവ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. എൻഡ് യൂസറിനെ സംബന്ധിച്ച് അത് എന്താണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. എൻഡ് യൂസറിന് എന്ത്? അവർക്ക് ഫങ്ഷനാലിറ്റി മാത്രം നോക്കിയാൽ മതി അല്ലേ? അവർക്ക് വേണ്ട ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻഡ് യൂസറിനെ സംബന്ധിച്ച്. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? എൻഡ് യൂസറിനെ സംബന്ധിച്ച് അൺവാണ്ടഡ് ആണ്, ഇറലവൻ്റ് ആണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ എൻഡ് യൂസർ, അതായത് നമുക്കതൊന്നും അറിയത്തില്ല, അതെല്ലാം ഹൈഡ് ആയിട്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫങ്ഷനാലിറ്റീസ് മാത്രം, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് മാത്രമാണ്. അതായത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും, അതായത് അതിൻ്റെ എല്ലാ ഇതും എന്താണ്? ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്.
നമുക്ക് 3 ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ് ഉള്ളത്. ഫസ്റ്റ് ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് ദെൻ വ്യൂ ലെവൽ. ഈ ഡയഗ്രാം നോക്കുവാണെങ്കിൽ മനസ്സിലാകും. ഇതാണ് ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഡിസ്ക് സ്പേസ് യൂട്ടിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ലെവലിൽ വരുന്നത്. എങ്ങനെയൊക്കെ മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, ബേസിക് ആയിട്ടുള്ള, അതൊക്കെയാണ് ഫിസിക്കൽ ലെവലിൽ വരുന്നത്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലെവലാണ് ലോജിക്കൽ ലെവൽ. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ്. കണ്ടില്ലേ, വ്യൂ ലെവലിനും ഫിസിക്കൽ ലെവലിനും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ് ലോജിക്കൽ ലെവൽ. ഈ ലോജിക്കൽ ലെവലിലാണ് നമ്മുടെ പ്രോഗ്രാമേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതായത് ഡാറ്റാബേസ് പ്രോഗ്രാമേഴ്സ്, DBA എന്ന് വെച്ചാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ലോജിക്കൽ ലെവലിലാണ്. അതായത് എന്ത് ഡാറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, അത് എങ്ങനെ ഡാറ്റകൾ തമ്മിൽ റിലേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലോജിക്കൽ ലെവലിലാണ്. നെക്സ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ. വ്യൂ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് യൂസർ ആണ് വ്യൂ ലെവലിലുള്ളത്. അവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, അവർക്ക് ഈ ഡാറ്റ എല്ലാം വ്യൂ ചെയ്യാൻ പറ്റും. പർട്ടിക്കുലർ ക്വറീസ് വെച്ച് അവർക്ക് എങ്ങനെയാണ് ഡാറ്റ വ്യൂ ചെയ്യേണ്ടത്, അതിനുള്ള ക്വറീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വ്യൂ ലെവലിൽ അത് ഡിഫറെൻറ്റ് വ്യൂസ് ക്രിയേറ്റ് ആവും. അവർക്ക് അത് യൂസ് ചെയ്ത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫിസിക്കൽ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ, അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്. ഡിസ്ക്രൈബ്സ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് ഫിസിക്കൽ ലെവൽ. ഇത് പറയുന്നത് എന്താണ്, ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസിൽ ആക്ച്വലി എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെവൽ. ഈ ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഇന്റേണൽ ലെവൽ. നെക്സ്റ്റ് ആണ് ലോജിക്കൽ ലെവൽ. Intermediate level of abstraction ആണ് ലോജിക്കൽ ലെവൽ. The logical level describes what data are stored in the database and what relationship exists among those data. അത് ലോജിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, എന്ത് ടൈപ്പ് ഡാറ്റയാണ് അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ ആ ഡാറ്റയുടെ എന്തെല്ലാം റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ്, എന്ത് റിലേഷൻഷിപ്പാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലോജിക്കൽ ലെവലിലാണ്. അതുപോലെ ഡാറ്റാബേസ് പ്രോഗ്രാമർ, DBA ഇവരൊക്കെയാണ് ഈ ലെവലിൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ ഓർ എക്സ്റ്റേണൽ ലെവൽ. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് വ്യൂ ലെവൽ. ദിസ് ലെവൽ ഡിസ്ക്രൈബ്സ് the user interaction with the database system. അതായത് ഡാറ്റാബേസ് സിസ്റ്റവുമായിട്ടുള്ള ഒരു യൂസറിന്റെ ഇന്ററാക്ഷൻ ആണ് ഈ വ്യൂ ലെവലിൽ പറയുന്നത്. At this level, end users can access the database on their queries. ഈ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസറിന് അവരുടെ ക്വറീസ് അനുസരിച്ച് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്, സ്കീമ. എന്താണ് സ്കീമ? സ്കീമ എന്ന് വെച്ചാൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് എ ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസിന്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, സ്കീമ ഇസ് ദ സ്ട്രക്ചർ ഓർ ബ്ലൂ പ്രിന്റ് ഓഫ് എ ഡാറ്റാബേസ്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ്. അതായത് എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഒരു സ്കീമയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, അതായത് അതിനകത്ത് ടേബിൾസ് കാണും, ഏതൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ കോളംസ് കാണും, ഓരോ ഫീൽഡിന്റെ ഡാറ്റ ടൈപ്സ്, പിന്നെ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ വ്യൂസ്, ഇൻഡെക്സ്, സ്റ്റോർഡ് പ്രൊസീജിയർ, അങ്ങനെ എന്തെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡാറ്റാബേസ്. എന്തെല്ലാം ഒരു ഡാറ്റാബേസിൽ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റയർ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്.
A schema is like a map or plan for how data is stored in the database. അതായത് ഈ സ്കീമ എന്ന് പറയുന്നത് ഒരു മാപ്പ് പോലെയാണ് അല്ലെങ്കിൽ ഒരു പ്ലാൻ പോലെയാണ്. അതായത് എങ്ങനെയാണ് ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ അവരുടെ ഒരു സ്ട്രക്ചറാണ്. ഇനി നമ്മുടെ ഡാറ്റ അബ്സ്ട്രാക്ഷന്റെ ലെവൽ വെച്ചിട്ട് ഈ സ്കീമയെ പല തലത്തിൽ തിരിച്ചിട്ടുണ്ട്. അതാണ് ഫിസിക്കൽ സ്കീമ ആൻഡ് ലോജിക്കൽ സ്കീമ. ഫിസിക്കൽ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ലെവലിൽ, അതായത് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ സ്കീമയിലാണ്. അതായത് ഫിസിക്കൽ ലെവലിൽ യൂസ് ചെയ്യുന്ന സ്കീമയാണ് ഫിസിക്കൽ സ്കീമ. അതിലെന്തായിരിക്കും പറയുന്നത്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ലോജിക്കൽ സ്കീമ എന്ന് പറയുമ്പോൾ എന്താണ്, ലോജിക്കൽ ലെവലിൽ യൂസ് ചെയ്യുന്നതാണ് ലോജിക്കൽ സ്കീമ. അപ്പൊ അതിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് what data are stored and how, what is the relationship exist among those data. അതായത് ലോജിക്കൽ ലെവലില് സ്കീമയെ പറയുന്നത് എന്ത് ഡാറ്റയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്, അതിൽ എന്ത് റിലേഷൻസ് ആയിരിക്കും അത് തമ്മിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ ലെവലിൽ പറയുന്നത്. അപ്പൊ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്കീമയാണ് ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. പിന്നെ വ്യൂ ലെവലിലും ഡിഫറെന്റ് സ്കീമാസ് ഉണ്ട്. വ്യൂ ലെവലില് ഡിഫറെന്റ് സ്കീമാസ് ഉണ്ട്. അതിനെല്ലാം നമ്മൾ സബ് സ്കീമാസ് എന്നായിരിക്കും പറയുന്നത്.